ദ ബിഗ്ഗസ്റ്റ് റേഡിയോ ടെലിസ്കോപ്പ് ഇൻ ദ വേൾഡ്. 1994 ചൈനയിലെ എക്കാലത്തെയും മികച്ച ജ്യോതിശാസ്ത്രജ്ഞരിൽ ഒരാളായ നാൻ റെൻഡോങ്ങിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. പ്യൂർട്ടോറിക്കോയിലെ യുഎസിന്റെ അറസിബോ ടെലിസ്കോപ്പ് പോലെ ചൈനയ്ക്ക് സ്വന്തമായി റേഡിയോ ടെലിസ്കോപ്പ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അന്ന് ചൈനയിൽ ലഭ്യമായിരുന്ന ഏറ്റവും വലിയ ടെലിസ്കോപ്പുകൾ വെറും 25 മീറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ റെൻഡോങ് അതിന്റെ 20 മടങ്ങ് വലുതാണ് ആഗ്രഹിച്ചത്. ഒരു പുതിയ റേഡിയോ ടെലിസ്കോപ്പ് നിർമ്മിക്കാൻ തെക്കൻ പശ്ചിമ ചൈനയിൽ അനുയോജ്യമായ ഒരു സ്ഥലത്തിനായി നാൻ റെൻഡോങ്ങും ക്രൂവും 10 വർഷം ചിലവഴിച്ചു. ഒടുവിൽ അവർ ഇന്നുള്ള പിങ് ടാങ്കിൽ ഡാവോഡാങ് ഡിപ്രഷൻ കണ്ടു. ടെലിസ്കോപ്പിന്റെ ഭാരം താങ്ങാനും ഭൂഗർഭജലം അതിന്റെ സൈറ്റിൽ നിന്ന് ഒഴുകിപ്പോകാനും അനുവദിക്കുന്ന ഒരു പാത്രത്തിന്റെ ആകൃതിയിലുള്ള താഴ്വരയായിരുന്നു ഇത്. റേഡിയോ ടെലിസ്കോപ്പ് ഒടുവിൽ 2016 നിർമ്മിക്കപ്പെട്ടു. അതിന്റെ പ്രാരംഭ ഡിസൈൻ നിർദ്ദേശം കഴിഞ്ഞിട്ട് 20 വർഷത്തിലേറെയായി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് 500 മീറ്റർ വ്യാസമുള്ളതും 4000-ലധികം അലുമിനിയം പാനലുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. എല്ലാവർക്കും ബഹിരാകാശത്ത് റേഡിയോ തരംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണിത്. സമീപത്ത് പട്ടണങ്ങളൊന്നും ഇല്ലാത്തതിനാലും താരതമ്യേന വിദൂര പ്രദേശമല്ലാത്തതിനാലുമാണ് ഈ പർവ്വത പ്രദേശം തിരഞ്ഞെടുത്തത്. എന്നാലും പ്രൊജക്റ്റിൽ അനേകം വിവാദങ്ങളുണ്ടായിരുന്നു. പ്രദേശത്തിന് സമീപം താമസിക്കുന്ന ഗ്രാമീണർക്ക് പണമോ പാർപ്പിടമോ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. ഇതിനുള്ള ബഡ്ജറ്റ് ഏകദേശം $230 മില്യൺ ആയിരുന്നു. ഇത് യഥാർത്ഥ ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നിലവിൽ വേഗത്തിലുള്ള റേഡിയോ പൊട്ടിത്തെറികൾ അന്വേഷിക്കാൻ വേണ്ടി ഈ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇവ മില്ലി സെക്കൻഡിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ സൂര്യൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2017 ടെലിസ്കോപ്പ് അതിന്റെ ആദ്യ പൾസേഴ്സ് കണ്ടെത്തൽ നടത്തി. അതിനുശേഷം 660-ലധികവും കണ്ടെത്തി. ടെലിസ്കോപ്പിൽ നിന്ന് 38 ബില്യൺ സാമ്പിളുകൾ ലഭിക്കുന്ന ശക്തമായ കമ്പ്യൂട്ടറുകളുടെ ഒരു കൂട്ടം ഇൻകമിംഗ് റേഡിയോ സിഗ്നലുകളുടെ അവിശ്വസനീയമാം വിധം വിശദമായ മാപ്പുകൾ നിർമ്മിക്കുന്നു. ഈ സിഗ്നലുകൾ നൂതന അന്യഗ്രഹ ജീവിതത്തിന്റെ തെളിവായിരിക്കുമെന്ന് ചില വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ 2016 നാൻ റെൻഡോങ്ങിന് ശ്വാസകോശ അർബുദമുണ്ടെന്ന് കണ്ടെത്തി. ഈ അസുഖം ഉണ്ടായിരുന്നിട്ടും ആ വർഷം സെപ്റ്റംബറിൽ അദ്ദേഹം ബെയ്ജിങ്ങിൽ നിന്ന് 2000 കിലോമീറ്റർ പറന്ന് ഗുയിസൌവിലേക്ക് പോയി. 22 വർഷത്തെ ജോലിയും ഗവേഷണവും ഒടുവിൽ പ്രവർത്തനക്ഷമമായി. ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം മരിച്ചു. എന്നാൽ ഈ അത്ഭുതകരമായ ടെലിസ്കോപ്പിലൂടെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം തീർച്ചയായും നിലനിൽക്കും. ചൈനയിലോ മറ്റെവിടെയെങ്കിലുമോ മറ്റെന്തെങ്കിലും മെഗാ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ, ഞങ്ങളത് കവർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.